ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിനായി CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഡൽഹിയിൽ എത്തിയ അല്പസമയത്തിനകം പ്രതിഷേധ പരിപാടികൾ നടക്കും. പ്രവർത്തകരോട് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്താൻ CJP ആഹ്വാനം ചെയ്തു. CJPയുടെ പ്രതിഷേധ പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നിന്നും വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിഷ്ണു, പുറത്തേക്ക് എത്തുന്നത് എപ്പോഴാണ് എന്നത് കാത്തു നിൽക്കാൻ വിഷ്ണു നേരത്തെ പറഞ്ഞതുപോലെ അനുയായികൾ ആരും വിമാനത്താവളത്തിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ എത്തേണ്ടതില്ല. പ്രതിഷേധ സ്ഥലത്തേക്ക് നേരിട്ട് എത്തിയാൽ മാത്രം മതി എന്നാണല്ലോ. വിവരങ്ങൾ പങ്കുവയ്ക്കും. ഇപ്പോൾ അഭിജിത് ദീപ്കയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6-ാം നമ്പർ ഗേറ്റ് നിൽക്കുന്ന നിമിഷങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെടും. നേരെ എത്തുക ജന്തർ മന്ദിറിലെ സമരപ്പന്തലിലേക്കായിരിക്കും. സമരപ്പന്തലിലേക്ക് അഭിഷേക് ദീപ്കെ എത്തുന്നതിന് മുന്നോടിയായുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഇതിനോടകം തന്നെ ഡൽഹി പോലീസ് അനുമതി നൽകി കഴിഞ്ഞു. ഡൽഹി വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ അഭിഭാഷകരും അഭിജിത് ദീപ്കയും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം. നേരത്തെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായതിനു ശേഷം അഭിജിത് ദീപ്കെ വിമാനത്താവളത്തിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ അപേക്ഷ ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകേണ്ടിയിരുന്ന അപേക്ഷ വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ പൂരിപ്പിച്ച് പോലീസിന് നൽകി. ആ അപേക്ഷ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ അനുമതിയും നൽകിയിട്ടുണ്ട്. ഇനിയുള്ളത് ഇവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് ജന്തർ മന്ദിർ സമരവേദിയിലേക്കുള്ള യാത്രയാണ്. അല്പസമയത്തിനകം തന്നെ അഭിജിത് ദീപ്കെ ഇവിടെ നിന്നും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് സമീപത്ത് തത്സമയം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പ്രതിഷേധ പരിപാടികൾ ഇതുവരെ ഓൺലൈൻ ആയിരുന്ന പ്രതിഷേധ പരിപാടികൾ ഇനി റോഡിലേക്ക് തെരുവിലേക്ക് എത്തുന്നതാണ് കാണുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. ജന്തർ മന്ദിറിലേക്ക് അനുയായികളൊക്കെ എത്തണമെന്നതാണ്. ആർക്ക് വേണമെങ്കിലും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാം. പൂക്കളും പുസ്തകങ്ങളുമായി പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തൂ എന്നതാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിലാണ് ഉള്ളത് എന്നും ദൃശ്യങ്ങളിൽ കാണാം. പുറത്തേക്ക് അല്പസമയത്തിനകം തന്നെ ഇറങ്ങി ജന്തർ മന്ദിറിലേക്ക് പോകും എന്നും കരുതുന്നു. പ്രതിഷേധ പരിപാടി നടക്കുന്നത് അവിടെയാണ്. പറയൂ വിഷ്ണു. എന്തായാലും ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇറങ്ങുമെന്ന് വ്യക്തമാവുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ 6-ാം നമ്പർ കവാടത്തിനുള്ളിൽ അഭിജിത് ദീപ്കെ നിൽക്കുന്നതാണ്. എന്തായാലും ഇവിടെ നിന്ന് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. നിയമപരമായി ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കാൻ ഒരു അനുമതി തേടേണ്ടതുണ്ടായിരുന്നു പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ. അതെന്തായാലും അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഡൽഹി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അഭിജിത് ദീപ്കെ ഇവിടെ എത്തുമ്പോൾ അതിന് സുരക്ഷ ഒരുക്കുന്നതിനും മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല എന്ന് ഉറപ്പാക്കുന്നതിനും ഇവിടെ ഉണ്ടായിരുന്നു. അവരുമായി സംബന്ധിച്ചുകൊണ്ട് അഭിജിത് ദീപ്കെ തന്റെ അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ ആ അപേക്ഷ കൈമാറിയിരിക്കുന്നു. ആ അപേക്ഷയിന്മേൽ ഡൽഹി പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നടത്തേണ്ടിയിരുന്ന കാര്യം ഏതായാലും ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പൂർത്തിയായിരിക്കുന്നു. അഭിജിത് ദീപ്കയ്ക്ക് അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇന്ന് ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കാനുള്ള അനുമതി പോലീസ് നൽകിയിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്നത്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ ഇതിൽ പങ്കെടുക്കാനാണ് അഭിജിത് ദീപ്കെ ഇന്ന് ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ബോസ്റ്റണിൽ നിന്ന് അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി പുറപ്പെട്ടു. തുടർന്ന് ഇന്ന് രാവിലെ ഇപ്പോൾ അല്പസമയം മുൻപ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തുകയും താൻ എത്തിയെന്ന കാര്യം എക്സിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ സമയമെടുത്താണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഇമിഗ്രേഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഇങ്ങോട്ട് പുറപ്പെടും മുൻപ് തന്നെ തനിക്ക് നേരിടാൻ പോകുന്ന സുരക്ഷ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. തന്റെ ഭാവി, തന്റെ വിധി താൻ ഭരണഘടനയുടെ കൈകളിൽ അർപ്പിക്കുന്നു എന്ന് ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ എക്സിൽ കുറിച്ചുകൊണ്ടാണ് അഭിജിത് ദീപ്കെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. ഇന്ത്യയിൽ എത്തുന്ന അഭിജിത് ദീപ്കെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന ചില അഭ്യൂഹങ്ങൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പ്രചരിച്ചിരുന്നു. പക്ഷേ അത്തരം ഒരു നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഡൽഹി പോലീസ് എത്തിയിരിക്കുന്നു. അഭിജിത് ദീപ്കെക്ക് അനുവദിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അക്രമങ്ങളൊന്നുമില്ലാതെ ഒരു പ്രതിഷേധ സമരമാണ് എങ്കിൽ ഏതൊരാൾക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ എന്ന തരത്തിൽ പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഭാവി ഭരണകൂടത്തിന്റെ കരങ്ങളിലാണ് എന്നും തന്നെ എന്തും ചെയ്യുമെന്നുമുള്ള തരത്തിലുള്ള വിചാരങ്ങൾ സ്വന്തം രാജ്യത്തെ താഴ്ത്തിക്കെട്ടലാണ്, ഇകഴ്ത്തി കാണിക്കലാണ് എന്ന് മാത്രം പറയേണ്ടി വരും. പക്ഷേ ഏതായാലും പ്രതിഷേധങ്ങളില്ല. പ്രതിഷേധ സ്വരങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ ഭരണകൂടം ചെയ്തിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പൂക്കളും പുസ്തകങ്ങളും കൊണ്ട് പ്രതിഷേധിക്കാൻ എത്തുന്ന CJP പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. തിരിച്ചും മനസ്സംയമനത്തോടെയുള്ള പെരുമാറ്റമായിരിക്കും പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുകയാണ്.